നമസ്കാരം. മന്ത്രി കെ വി ഗണേഷ് കുമാറും ഭാര്യ ബിന്ദു മേനോനും തമ്മിലുണ്ടായിരുന്ന വലിയ അസ്വാരസ്യങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിൽ നിർണായകമായത് സുഹൃത്തിന്റെ ഇടപെടൽ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവും കേരള കോൺഗ്രസ് ബി ട്രഷററുമായ ബാലഗോപാലിന്റെ നയതന്ത്രമാണ് ഗണേഷിന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിക്കാമായിരുന്ന കുടുംബ പ്രശ്നം പരിഹരിച്ചത്. ഭാര്യ ഉന്നയിച്ച പരാതികളിൽ ഗണേഷ് കുമാർ തെറ്റുതിരുത്തി മാപ്പ് പറഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് വിരാമമായത്. ഇരുവരും വിവാഹമോചനത്തിലേക്ക് പോകില്ലെന്നും ഇതൊരു കുടുംബ പ്രശ്നം മാത്രമായി കണ്ട് രമ്യമായി പരിഹരിച്ചു എന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഗുരുവായൂർ ദേവസ്വം ആറാട്ട് കഴിഞ്ഞയുടൻ ബാലഗോപാൽ നേരെ പാലക്കാട്ടുള്ള ബിന്ദു മേനോന്റെ വീട്ടിലെത്തുകയായിരുന്നു. ഗണേഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ അദ്ദേഹം അവിടെ വെച്ച് കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു. തുടർന്ന് ബാലഗോപാൽ തന്റെ ഫോണിൽ ഗണേഷിനെ വിളിച്ചു. ഈ ഫോണിലൂടെയാണ് ഗണേഷ് ഭാര്യയോട് സംസാരിക്കുകയും ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയുകയും ചെയ്തത്. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ എന്ന് വൈകാരികമായി പറഞ്ഞ ഗണേഷ് ഇനി തെറ്റാവർത്തിക്കില്ലെന്നും ഭാര്യയ്ക്ക് ഉറപ്പ് കൊടുത്തു. ഇതോടെയാണ് ബിന്ദു മേനോൻ അനുനയത്തിലായത്. നേരത്തെ തന്നെ തന്നോട് ഭർത്താവ് സംസാരിച്ചാൽ തീർന്ന പ്രശ്നം മാത്രമേ ഉള്ളൂവെന്ന് ബിന്ദു മേനോൻ വെളിപ്പെടുത്തിയിരുന്നു. ഭാര്യ പരസ്യമായ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ഇടതുമുന്നണി കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും ഗണേഷിന്റെ രാജി സർക്കാർ ആവശ്യപ്പെട്ടേക്കുമെന്നും നേരത്തെ സൂചനയുണ്ടായിരുന്നു. എന്നാൽ ബാലഗോപാലിന്റെ ഇടപെടലിലൂടെ പ്രശ്നം കുടുംബത്തിനുള്ളിൽ തന്നെ ഒത്തുതീർപ്പായതോടെ സർക്കാരിനും മുന്നണിക്കും വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. മന്ത്രിസ്ഥാനത്തിന്മേൽ ഉണ്ടായിരുന്ന പ്രതിസന്ധി ഇതോടെ നീങ്ങിയെന്ന് കേരള കോൺഗ്രസ് ബി വിലയിരുത്തുന്നുണ്ട്. ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുക്കും. മുഖ്യമന്ത്രിയുടെ നിലപാടും ഇനി അനുകൂലമാകാനാണ് സാധ്യത. ഇന്ന് മുഖ്യമന്ത്രിയും മന്ത്രി ഗണേഷ് കുമാറും തമ്മിൽ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയും നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിച്ച വിവരം മന്ത്രി മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി അറിയിക്കും. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുമായിരുന്ന ഒരു വലിയ വിവാദം അവസാനിച്ചത് നേതൃത്വത്തിനും ആശ്വാസമായി. CPI അടക്കമുള്ള ഘടകകക്ഷികളും ഇനി ഈ വിഷയം മന്ത്രിസഭയിൽ ഉന്നയിക്കാനും സാധ്യതയില്ല. എന്നാൽ കോൺഗ്രസ് കടുത്ത പ്രതിഷേധത്തിലാണ്. മുഖ്യമന്ത്രി ഉചിതമായ നിലപാടെടുക്കണമെന്നാണ് ആവശ്യം. ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ പരാതി നൽകിയാൽ കേസെടുക്കുമെന്നായിരുന്നു പോലീസിന്റെ നിലപാട്. തന്റെ പക്കൽ ഫോട്ടോ അടക്കമുള്ള തെളിവുകളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം അവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഭർത്താവുമായി രമ്യതാവാദത്തിൽ എത്തിയതിനാൽ ഇനി നിയമപരമായ നടപടികൾക്കോ പരാതി നൽകാനോ അവർ ഉദ്ദേശിക്കുന്നില്ല. പുറത്തുവരാൻ സാധ്യതയുണ്ടായിരുന്ന ദൃശ്യങ്ങളും മറ്റ് വിവാദങ്ങളും ഇതോടെ പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. വിഷയം പൂർണ്ണമായും ഒരു കുടുംബ പ്രശ്നമായി ചുരുങ്ങിയതോടെ ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനത്തേക്ക് തുടരാൻ തടസ്സങ്ങളില്ലെന്നും കേരള കോൺഗ്രസ് ബി പറയുന്നു. ഗണേഷിന് ഉറ്റ ചങ്ങാതിയാണ് ബാലഗോപാൽ. ഈ ബന്ധമാണ് ബാലഗോപാലിനെ കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന ട്രഷററാക്കിയത്. ഇടതുമുന്നണിയിൽ നിന്നും ഒരു സീറ്റ് കൂടി നേടാൻ ഗണേഷ് കുമാർ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലൊരു സീറ്റ് കിട്ടിയാൽ അത് ബാലഗോപാൽ സ്ഥാനാർത്ഥിയാകും. കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. ബാലഗോപാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമായതുപോലും. എന്തായാലും ഗണേഷ് കുമാറിന് വലിയ ആശ്വാസമാണ്. രാജിവെക്കേണ്ടതില്ല, വിവാഹമോചനമില്ല, ഭാര്യയുമായുള്ള പ്രശ്നമൊക്കെ ഒത്തുതീർപ്പാക്കി. ബിന്ദു മേനോൻ തന്നെ മാധ്യമത്തിന് മുന്നിൽ വന്ന് പറയുകയുണ്ടായി. ഇന്നലെ അതിവൈകാരികമായാണ് സംസാരിച്ചത്. ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇനി നിങ്ങൾ സംസാരിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഗണേഷ് കുമാറിന് ഭാര്യ ബിന്ദു മേനോൻ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്.